ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല എന്നാണോ, അതോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാരണം പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനെ ഒരു മിഥ്യയായി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പല വീഡിയോകളെല്ലാം കാണും, ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക, ആ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ചെയ്യുക, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ചെയ്യുക. ഇതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആക്ഷൻ എടുക്കാത്തിടത്തോളം. ആക്ഷൻ സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതെ, ഒരു കാര്യം ഉള്ളിൽ കണ്ടിന്യൂസ് ആയി നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവൻച്വലി നമ്മെ ആക്ഷൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. രണ്ട്, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു പ്ലാസിബോ എഫക്റ്റ് എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ഇപ്പോൾ ഒരു കഥയൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു അമ്മായിയമ്മയും മരുമോളും ഭയങ്കര വിഷയമാണ്. അതെ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഈ അമ്മായിയമ്മയെ കൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന് മരുമോൾ പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഒരു കാര്യം ചെയ്യ്, ഈ ഒരു വെള്ളമുണ്ട്, ഈ വെള്ളം നീ അമ്മായിയമ്മയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കണം. വെള്ളം അല്ലെങ്കിൽ ചായ നീ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെള്ളം, ഒരു ചെറിയ വെള്ളം അതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. 30 ദിവസം നിൻ്റെ അമ്മായിയമ്മ മരിക്കും. ആ പുള്ളിക്കാരി സന്തോഷമായി. അമ്മായിയമ്മ ആരും അറിയത്തില്ല, നീ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമാണ്, 30 ദിവസത്തിനുള്ള ആ അമ്മ മരിക്കും. പിന്നെ 30 ദിവസം നീ ആ അമ്മായിയമ്മയെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നോക്കണം. അവരെ വിഷമിപ്പിക്കുന്നു. എന്തായാലും 30 ദിവസത്തിൽ മരിക്കും. അപ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ നീ അവരെ പരിചരിക്കുക എന്ന് പറയും. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ മരുന്ന് വെള്ളം ഒഴിച്ച് ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒഴിച്ച് കൊടുക്കുന്നു. കുറേ ദിവസം കൊടുക്കുന്നു. അമ്മ മരിക്കൂല എന്തായാലും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായിമ്മയ്ക്ക് എൻ്റെ അത്ഭുതം, എൻ്റെ മോളിലേക്ക് എന്തോ ഒരു മാറ്റം, എന്നെ സ്നേഹിക്കുന്നു. അപ്പം അമ്മായിമ്മയ്ക്കും തിരിച്ച് സ്നേഹം അങ്ങോട്ട് തോന്നുന്നു. അങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അമ്മായിമ്മയിലും പരിവർത്തനം വന്നു കഴിഞ്ഞു. അമ്മായിമ്മയ്ക്കും എൻ്റെ മോൾ എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് എന്നെ സന്തോഷം സംസാരിക്കുന്നു, എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. ഇവളെന്തിനാണ് ചെയ്യുന്നത്? എന്തായാലും അമ്മ മരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇനിയുള്ളൊരു 10-30 ദിവസം അമ്മ സന്തോഷത്തോടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ആളെ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊടുത്തതുകൊണ്ട് മരിക്കാൻ വേണ്ടി കൊടുത്തെങ്കിലും ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റമാണ്. പലപ്പോഴും പല മരുന്നുകൾ ഉൾപ്പെടെ അങ്ങനെയാണ്. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പ്രശസ്തരാകാറുണ്ട്. മരിക്കുന്ന രോഗമാണെങ്കിലും അവർ പറയും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോളാൻ പറയും. അതെ അതെ അതെ. അതുകൊണ്ട് ചിലപ്പോൾ ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, എന്തെങ്കിലും മരുന്ന് കിട്ടിയാൽ മാത്രമേ അസുഖം മാറിയാലേ തോന്നുള്ളൂ. അതെ. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ആ ഡോക്ടേഴ്സ് അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നും, മനസ്സ് കുറേ കൂടി ലീവ്ഡ് ആവും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പ്ലാസിബോ എഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രിൻസിപ്പിളെല്ലാം വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു സംഭവം, ഒരു കല്ലോ അതല്ലെങ്കിൽ ഒരു ഐറ്റമോ മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഡൗൺ ഉള്ളൂ അല്ലേ? അതെ അതെ. ഒരിക്കലും ഒരു കല്ല് മേളിൽ നിന്നിട്ടാൽ താഴേക്കല്ലാതെ മുകളിലേക്ക് പോകില്ല. സോ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നാം ഒരു കാര്യത്തിനുണ്ട് യഥാർത്ഥമായി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% എഫേർട്ടാണ്. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ വായിച്ച പുസ്തകമാണ് പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്ന ബാലൻ ഒരു വലിയ നിധി തേടി യാത്ര ചെയ്യുന്നു. ഞാൻ കുറേ നാൾ എനിക്ക് അന്നൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയി തോന്നിയ കഥയാണ്. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കാറുണ്ട്. അദ്ദേഹം ഈ എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും സഹിച്ച് മരുഭൂമി കടന്ന് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും തൻ്റെ സ്നേഹിതയെ നഷ്ടപ്പെട്ടൊക്കെ കൊടുങ്കാറ്റിലൂടെയും അപകടങ്ങളിലൂടെയും എല്ലാം യാത്ര ചെയ്ത് ഏറ്റവും അങ്ങോട്ടത്ത് എത്തിക്കഴിയുമ്പോൾ തിരിച്ചറിയുന്നത് താൻ എവിടെയാണോ യാത്ര ആരംഭിച്ചത് അവിടെയാണ് ഈ വലിയ നിധി ഇരിക്കുന്നതെന്ന്. ശരിക്കും ഈ നിധി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കണ്ടെത്താനുള്ള യാത്ര നാം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നിധിയെ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ആക്ഷനിൽ വിശ്വസിക്കുന്നു പറയുന്നത്. ആക്ഷൻ ചെയ്താൽ മാത്രമേ, ചിലപ്പോൾ ആ ആക്ഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കുന്നില്ലായെങ്കിലും ആക്ഷൻ്റെ റിപ്പിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കാസ്കേഡിങ് ആയിട്ടുള്ള എഫക്റ്റ് നമ്മിലേക്ക് തീർച്ചയായും റിസൾട്ടിനെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് കൺസിസ്റ്റൻസി ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അതിനോട് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത് ഈ പറയുന്ന കാര്യം ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷനിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദർ ഈസ് നോ ഷോർട്ട് കട്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, വിജയിക്കുന്ന ആളെന്ന് പറയുന്നത് ലെസ് ദാൻ 5%. വിജയം എന്ന് പറയുന്നത് പണം മാത്രമല്ല. ഇപ്പോൾ ദ ഹൈ പെർഫോമൻസ് ഹാബിറ്റ് എന്ന പുസ്തകമുണ്ട്, റിച്ചാർഡ്
പേര് മറന്നു ഞാൻ ആ പുസ്തകം എഴുതിയ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിജയം എന്ന് പറയുന്നത് വെൽത്ത്, ലോങ്വിറ്റി, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇതാണൊരു ഒരു ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത്. പണം ഉണ്ടാകുന്നത് മാത്രമല്ല, സന്തോഷം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, കുറേ നാൾ ആരോഗ്യത്തെ ജീവിച്ചിരിക്കണം, ജീവിതത്തിന് പർപ്പസ് ഉണ്ടാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അത് ഡെലിബറേറ്റ് ആയിട്ട് അറ്റംപ്റ്റിലൂടെ മാത്രമേ നമുക്ക് നേടുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് സന്തോഷമുള്ള ആളുകൾ വളരെ കുറവാണ്, ധനികരായ ആളുകൾ വളരെ കുറവാണ്, നല്ല ആരോഗ്യമുള്ള ആളുകൾ വളരെ കുറവാണ്, ജീവിത സെൻസ് ഓഫ് പർപ്പസ് കണ്ടെത്തിയ ആളുകൾ വളരെ കുറവാണ്. ഇനി ഈ 5 കാര്യങ്ങൾ ഒരുമിച്ചുള്ളവരും വളരെ വളരെ കുറവായ ആളുകളാണ്. അപ്പോൾ ഈ വളരെ കുറവായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി യഥാർത്ഥത്തിലുള്ള പ്രയത്നമായ ജീവിതത്തിൽ പ്ലാൻഡായി മെറ്റിക്കുലസായി അവർ ടൈമിനെയും സൗഹൃദത്തെയും പണത്തെയും എല്ലാം വേണ്ട രീതിയിൽ വളരെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത ആളുകളാണ്. ഐഡിൽസ് മാൻസ് മൈൻഡ് ഇസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ചുമ്മാ ഇരിക്കുന്ന വിജയിക്കാൻ സാധിക്കുകയില്ല, വെറുതെ വിജയം സാധിക്കുകയില്ല. അതിന് എഫേർട്ട് തന്നെ കൂടിയേ തീരുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ മാന്ത്രികതയോ മന്ത്രവാദമോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും ഒപ്പം തന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഇൻട്രാക്റ്റഡ് ആകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.